ഉൾക്കടലിൽ നിന്ന് കത്തി അമരുകയാണ് കപ്പൽ. തീയണയ്ക്കാനുള്ള നേവി, കോസ്റ്റ് ഗാർഡ് സംഘങ്ങളുടെ ശ്രമം വിഫലം. കപ്പലിനടുത്തേക്ക് അടുക്കാനാകാതെ കോസ്റ്റ് ഗാർഡ് സംഘം പിന്മാറുന്നു. ഹെലികോപ്റ്ററിന് ഒരു പരിധിയിൽ കൂടുതൽ അടുത്തേക്ക് പറന്നെത്താനാകുന്നില്ല. തീ ആളി പുക മുകളിലേക്ക് ഉയരുന്നതാണ് പ്രതിസന്ധി. രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി എത്തിയ 5 കപ്പലുകളും കത്തിയമരുന്ന കപ്പലിന് വളഞ്ഞ് വട്ടം കറങ്ങുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കൂടാതെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അതിൽ ഭയപ്പെടുത്തുന്ന വസ്തുത 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത്. കേരള തീരത്തിന് സമീപത്ത് വെച്ച് തീ പിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിന്റെ നിലവിലെ സ്ഥിതി വിവരങ്ങൾ ഇന്ത്യ സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. BSM എന്ന കമ്പനിക്കായിരുന്നു കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന വിവരമുണ്ട്. പക്ഷെ അതെന്തൊക്കെയാണ് എന്നുള്ളതിൽ കൃത്യമായ വിവരം ഉടൻ തന്നെ ലഭിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ തരം ആസിഡുകൾ, ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡർ, ടർപ്പൻറ്റൈൻ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. തനിയെ തീ പിടിക്കുന്നതുൾപ്പെടെ 4 തരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് തനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നതെന്ന് തീപിടുത്തം ഉണ്ടായതിന് 44 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കമ്പനി ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. എന്തുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ഇവർ കൈമാറുന്നില്ല, അതിൽ ഒരു താമസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾക്ക് തീപിടിച്ച കപ്പലിനടുത്തേക്ക് അടുക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ നിന്ന് കത്തുന്ന കപ്പൽ. കണ്ടെയ്നറുകളിൽ കൂടുതൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന അപകടകരമായ വസ്തുക്കൾ ഉള്ളതും തീയുടെ കാഠിന്യവുമാണ് മറ്റ് കപ്പലുകൾക്ക് വാൻഹായുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം എന്നാണ് വിവരം ലഭിക്കുന്നത്. അപകടം നടന്ന് ഇപ്പോൾ 10 മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് വലിയ ആശങ്കയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തീപിടിച്ച കപ്പലിൽ ആകെ 620 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ. തീപിടിച്ചതിന് പിന്നാലെ നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കപ്പൽ ഒരു ഭാഗത്തേക്ക് ചരിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരവും പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പൂർണ്ണമായും കടലിലേക്ക് മുങ്ങുമോ, കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ തുടങ്ങി ഒരുപാട് ആശങ്കകൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുന്നതും മറ്റു കപ്പലുകൾക്ക് ഇതിന് അടുത്തേക്ക് എത്താൻ തടസ്സമുണ്ടാക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട കപ്പൽ ജീവനക്കാരെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാവികസേന കപ്പലായ INS സൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ മാർഗം മംഗലാപുരത്ത് എത്തിക്കും. രാവിലെ 9:30 കപ്പലിൽ സ്ഫോടനമുണ്ടായി എന്ന വിവരം കോസ്റ്റ് ഗാർഡിന് ലഭിക്കുന്നത്. കപ്പലിന്റെ താഴത്തെ ഡെക്കിൽ സ്ഫോടനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് 12:40 കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുകയായിരുന്നു. അതായത് സ്ഫോടനമുണ്ടാക്കുന്ന ആ 157 കണ്ടെയ്നറുകൾ ഒരുമിച്ചായിരിക്കണം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം ആ 157 കണ്ടെയ്നറുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കണം, അല്ലെങ്കിൽ പ്രതിസന്ധി വളരെ വലുതായിരിക്കും. കപ്പലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിയന്ത്രണം വിട്ട് കപ്പൽ കടലിൽ ഒഴുകി നടക്കുകയാണ് എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. കടലിൽ ചാടിയ 22 പേരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ 4 പേരെ കാണാതായിട്ടുണ്ട്. ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മ്യാൻമാർ, ഇന്തോനേഷ്യൻ പൗരന്മാരെയാണ് കാണാതായിരിക്കുന്നത്. മുൻപ് പുറത്തു വന്നിരുന്ന വിവരം തായ്വാൻ സ്വദേശികളാണ് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായ ഒരു വിവരം, ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ട്. മ്യാൻമാർ, ഇന്തോനേഷ്യൻ പൗരന്മാരാണ് കാണാതായിട്ടുള്ളത്. രക്ഷപ്പെടുത്തിയ 5 പേർക്ക് പരിക്കാണ്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കളുടെ കൃത്യമായ വിവരം ആ പട്ടിക ഉടൻ തന്നെ കിട്ടണം എന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കമ്പനിയെ വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കിയിട്ടുമുണ്ട്. വായു സ്പർശം കൊണ്ടും ഘർഷണം കൊണ്ടും തീ പിടിക്കുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന വിവരം മാത്രമാണ് നാവികസേനയ്ക്കും ഇപ്പോൾ ആകെ അറിയാവുന്ന ഒരു കാര്യം.
കോഴിക്കോട് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത വാര്യർ ബേപ്പൂർ പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തിനും തയ്യാറായിരിക്കാൻ അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. 2 ടഗുകൾ നിലവിൽ പോർട്ട് ഒരുക്കി വെക്കുന്നുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ളത് വലിയ കപ്പലുകളാണ്. അവയ്ക്ക് നേരിട്ട് പോർട്ടിലേക്ക് വരാൻ കഴിയില്ല. വരികയാണെങ്കിൽ പുറം കടലിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടി വരും. രക്ഷാപ്രവർത്തനത്തിന് കാലാവസ്ഥ മോശമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആകുന്ന എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുകയാണ്. അപ്പോഴും ഈ തീ പടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഹെലികോപ്റ്ററിനെയും അതുപോലെ തന്നെ കപ്പലുകളെയും വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി. MSC എൽസ എന്ന കപ്പൽ മുങ്ങിയതോടെ കേരളത്തിനുണ്ടായിരിക്കുന്നത് വൻ വിപത്താണ്. പ്രതിസന്ധി ഇല്ല എന്ന് സർക്കാർ പറയുമ്പോഴും പാരിസ്ഥിതിക പ്രശ്നം അതിരൂക്ഷമാണ്. കപ്പലിൽ നിന്ന് രാസപദാർത്ഥങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കടലിൽ കലർന്നതോടെ കേരളത്തിന്റെ തീരമേഖല നേരിടുന്നത് സമാനതകളില്ലാത്ത പരിസ്ഥിതി ദുരന്തമാണ്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ മറ്റൊരു കപ്പലിലെ കണ്ടെയ്നറുകൾ കൂടി കടലിലേക്ക് പതിക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം പ്ലാസ്റ്റിക് മലിനീകരണത്തിൽ നിന്ന് ആവാസ വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ്. എന്നാൽ അപകടത്തെ തുടർന്ന് തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യം ഇതുവരെ പൂർണ്ണമായും നീക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പെല്ലറ്റ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരുന്നു MSC എൽസയിലെ കണ്ടെയ്നറുകൾ മുങ്ങിയതോടെ തീരദേശമാകെ പരന്നത്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്ന പദ്ധതിയിൽ ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കാത്തത് കരാർ ലംഘനമാണെന്ന് സ്വതന്ത്ര സമുദ്ര ഗവേഷണ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് കോർഡിനേറ്റർ റോബർട്ട് പനപ്പള്ളി അന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ചൊരിഞ്ഞതായിരുന്നു. തമിഴ്നാടിന്റെ തീരത്ത് അടിഞ്ഞ മാലിന്യങ്ങൾ കപ്പൽ കമ്പനിയുടെ പങ്കാളിത്തത്തോടെയാണ് മാറ്റിയതെന്നും കേരളത്തിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നും MSC കപ്പൽ മുങ്ങിയതോടുകൂടി വലിയ വിമർശനം ഉയർന്നതാണ്. പ്രതിദിനം കേരളത്തിൽ ഉണ്ടാകുന്നത് 10,000 ടൺ മാലിന്യം. ഇതിൽ 20% പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ അജൈവ മാലിന്യങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ കടലോര അതിർത്തിയിൽ മാലിന്യ നീക്കത്തിനായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യവും ഉയർന്നു വന്നതായിരുന്നു. MSC എൽസ കപ്പൽ മുങ്ങിയതോടുകൂടി ഉയർന്നു വന്ന ചില പ്രധാന ആവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പരിശോധിച്ചു നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിന് ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആവിഷ്കരിക്കുക. ഇതിന്റെ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തുക. കടലോര മാലിന്യങ്ങൾ ആദ്യം തൂത്തെടുക്കുകയും പിന്നീട് മണൽ അരിച്ചെടുത്ത് പെല്ലറ്റുകൾ വേർതിരിക്കുകയും ചെയ്യുക. കടൽ ജൈവ വൈവിധ്യം, അതിന്റെ സുസ്ഥിരമായ നിലനിൽപ്പ് എന്നിവ സംബന്ധിച്ച് ദീർഘകാല ഇക്കോളജിക്കൽ മോണിറ്ററിംഗ് ഏർപ്പെടുത്തുക. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. തീരഗവേഷകരെയും മുങ്ങൽ വിദഗ്ധരെയും ഉൾപ്പെടുത്തി 40 മീറ്റർ ആഴം വരെ കടലിന്റെ ഡോക്യുമെന്റേഷൻ നടത്തുക. MSC മുങ്ങിയപ്പോൾ ഉയർന്ന ആവശ്യങ്ങളായിരുന്നു ഇതെല്ലാം. എന്നാൽ ഇതുവരെയും ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ അന്ന് പെല്ലറ്റുകൾ, അതായത് തീരത്തടിഞ്ഞ സാധനങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്തത് എങ്ങനെയാണെന്ന് കേരളം മുഴുവൻ കണ്ടു കാണുമല്ലോ. അതായത് അരിച്ചെടുക്കണമെന്നാണ്. അതായത് ഈ പെല്ലറ്റുകൾ, പ്ലാസ്റ്റിക് കഷ്ണങ്ങളെല്ലാം തന്നെ അരിച്ചെടുത്ത് മാറ്റണമെന്നായിരുന്നു. പക്ഷേ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളിൽ അന്ന് വ്യക്തമായിരുന്നു കുഴിയെടുത്ത് അതിലേക്ക് മൂടുന്ന, അതായത് ഈ കടൽ തീരത്ത് തന്നെ കുഴിയെടുത്ത് അതിലേക്ക് മൂടുന്ന ഒരു സാഹചര്യം നമ്മൾ അന്ന് ആ വീഡിയോയിൽ കണ്ടതാണ്. അത് വീണ്ടും പരിസ്ഥിതിക്ക് ദോഷം തന്നെയാണ്, കടലിന് ദോഷമാണ്, മത്സ്യസമ്പത്തിന് എല്ലാം തന്നെ ദോഷമാണ്. അത്തരത്തിൽ ഒരു പരിജ്ഞാനം പോലും കേരളത്തിനില്ല ഇതൊക്കെ എങ്ങനെ വേർതിരിച്ച് മാറ്റണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ശരിയാണ്, നമുക്ക് കപ്പൽ മുങ്ങി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിനു മുൻപ് നമ്മൾ അധികം നേരിട്ടിട്ടില്ല. എങ്കിൽ കൂടിയും ബന്ധപ്പെട്ട അധികൃതർ, സർക്കാർ എല്ലാം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. MSC കപ്പൽ മുങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉയർന്നു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ രണ്ടാമതൊരു കപ്പൽ മുങ്ങുമ്പോൾ വീണ്ടും പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോൾ മുങ്ങിയിരിക്കുന്ന കപ്പലിലെ കണ്ടെയ്നറുകളിൽ ദ്രാവകങ്ങൾ, അതായത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന ദ്രാവകങ്ങൾ ഉണ്ട് എന്നുള്ളത് നിസ്സാര വിഷയമല്ല. ഈ കണ്ടെയ്നറുകൾ കടലിലേക്കാണ് പതിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ മുഴുവൻ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കടലിൽ തന്നെ കിടക്കുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും കപ്പലുകൾ പോകുന്ന ഏരിയയാണ്, അതുപോലെ തന്നെ ബോട്ടുകൾ, വള്ളങ്ങൾ ഒക്കെ പോകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നെങ്കിലും ഇതുപോലെ ഒരു സ്ഫോടനം ഉണ്ടായാൽ അപകടം വളരെ വലുതായിരിക്കും. ഈ മേഖലയിൽ കപ്പലുകൾ മുങ്ങിയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, തീരദേശത്തുള്ളവർക്ക് കൂടി ഒരു മുന്നറിയിപ്പും അവർക്കും ഇതിനു വേണ്ട പരിജ്ഞാനം കൈമാറുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം കൂടിയാണ്.
ഒന്നോർത്തു നോക്കണം, ഒരു കപ്പൽ അപകടം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു കപ്പൽ അപകടം നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം സജീവമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഈ തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോഴുണ്ടായ കപ്പലപകടം കടലിനെയും മത്സ്യസമ്പത്തിനെയും എങ്ങനെ ബാധിക്കും എന്നറിയണമെങ്കിൽ കണ്ടെയ്നറിനുള്ളിൽ എന്താണ് യഥാർത്ഥത്തിൽ നിറച്ചിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ വിവരം കിട്ടിയേ പറ്റുകയുള്ളൂ. ഈ കണ്ടെയ്നറുകളിൽ ഭാരമുള്ള വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകും. ഇത് പുറത്തെടുക്കുക അതീവ ദുഷ്കരം തന്നെയാണ്. കണ്ണൂർ, കോഴിക്കോട് തീരങ്ങളിലെ മത്സ്യബന്ധനത്തെ ഈ കപ്പലപകടം ബാധിക്കുമോ എന്നുള്ള ഒരാശങ്ക ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ വീണ്ടും കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയാണ് ഇപ്പോൾ ഈ കപ്പലുകൾ മുങ്ങുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് കേരള അതിർത്തിക്കകത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നതെന്ന വലിയ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് ആ കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന്. എന്നാൽ പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു, പഞ്ഞി ഉണ്ടായിരുന്നു, കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു സത്യാവസ്ഥ ഇതുവരെയും പുറത്തേക്ക് വന്നു. ഇപ്പോൾ തീപിടിച്ച കണ്ടെയ്നറുകൾ അതിൽ ഓരോന്നായിട്ട് ഇപ്പോൾ കടലിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നെഞ്ചുരുകുകയാണ് കേരളത്തിന്.